ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ കാലൊക്കെ അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ക്യാമറ വെക്കട്ടെ എവിടെയെങ്കിലും. ഇവിടെ മഴയൊക്കെ ഇരിക്കണില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കിട്ടുന്ന വാച്ച് തന്നെ ഞാൻ ഇന്നും കേട്ടാൻ പോകുന്നത്. അപ്പോൾ അഞ്ഞു വരത്തില്ല, അഞ്ഞുവിന് വരത്തില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കണമല്ലോ എല്ലാവരും ഇഷ്ടം. അപ്പോൾ അഞ്ഞ് വീട്ടിലിരിക്കും. അങ്ങനെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളിരുന്ന വള ഞാനിപ്പോൾ ഇടാറ്. അപ്പോൾ ഇവിടുന്ന് ശരിയല്ലേ, അപ്പോൾ ഇവിടെ വെച്ചു ക്യാമറ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ മുടി നമുക്ക് കെട്ടി വെക്കാൻ പറ്റില്ല, നനഞ്ഞിരിക്കുക. ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടി വെക്കാം, ലാസ്റ്റ് മുടി കെട്ടി വെക്കാം. ഇപ്പോൾ നമുക്ക് മുഖത്ത് വല്ലതും ചെയ്യാം. അതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കാം. അപ്പം നമുക്ക് മുഖത്ത് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം ഇതൊക്കെ എടുത്ത് വെക്കാം, നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് വെച്ചിരിക്കുന്ന സാധനം. ഇപ്പോൾ ഇതിലാട്ടും സാധനങ്ങൾ. ഇപ്പം നമ്മൾ ആദ്യം ലിപ് ബാം എടുത്തു, പിന്നെ ഇതെടുക്കും. അപ്പോൾ കൺമഷി എടുത്തു. ഇതാണ് ഞാൻ ലാസ്റ്റ് കൺമഷി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തുറക്കട്ടെ. ഇതെന്ത് തുറന്നു. അപ്പോൾ ഇത് കണ്ടോ മാല. അപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലിപ്സ്റ്റിക്ക്. പിന്നെ ആദ്യം ഞാൻ ഏതിടുമെന്ന് ഓർത്തിരിക്കാം. അപ്പം ഞാൻ ബുഷ് കെട്ടാന്നപ്പോൾ അപ്പോഴാണ് ഓർക്കുന്നത് വേണ്ട, മുടി നനഞ്ഞിരിക്കുക, ലാസ്റ്റ് കെത്താന്ന് ഓർത്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഐലൈനർ എഴുതാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ. ഇതിൻ്റെ പേരൊന്നും വായിക്കാൻ എന്നെ കൊണ്ടുപോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് ഉള്ളതുകൊണ്ട്. നല്ല ഐലൈനറാണ് കേട്ടോ. നല്ല സ്മച്ച് പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫ്. അങ്ങനെ സ്മജ് ആവില്ല. അപ്പം നമ്മൾ എഴുതിയിട്ടുണ്ട്, നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊട്ടും തൊട്ടു ഞാനത് വെച്ച്. പൊട്ട് ഒരിക്കലും പോകത്തില്ല. പൊട്ട് അതേ മാല ഇടാം. ഇത് മര്യാദക്ക് കെട്ടയച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? മസ്കാര ഇടാൻ പോവാണ്. മസ്കാര ഇതാണ് നമ്മൾ എടുക്കുന്നത്, കാണാൻ വയ്യ. അതെ ഇന്ന് 10 ഷെയ്ഡ് എന്തെങ്കിലും ആട്ടെ. അപ്പോൾ എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. മേക്കപ്പ് ഞാൻ അത്ര ചെയ്യാറില്ല. അപ്പോൾ കല്യാണത്തിന് കൊണ്ടുവന്ന് മാത്രം ഞാൻ മസ്കാര ഐലൈനറും ലിപ്സ്റ്റിക്കും ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ മസ്കാര എഴുതിയിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, എനിക്ക് പറഞ്ഞില്ലെങ്കിലും മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അഞ്ഞുവിൻ്റെ മേക്കപ്പ് സെറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും അഞ്ഞു തട്ടിപ്പിടിച്ച് മേടിച്ചിട്ട് വന്നു. ഞാൻ എങ്കിലും ബ്ലഷ് എടുത്തിട്ട് വരാവേ. അപ്പോൾ ബ്ലഷ് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ് ബാം വന്നത്. ഞാനും അമ്മയും ഇതാണ് ഇടാൻ. എനിക്ക് വേണ്ടി മേടിച്ചതാണ്, അമ്മ ഇടാറുണ്ട്. അപ്പോൾ ഇത് നല്ല ലിപ് ബാമാണ്. അങ്ങനെ എന്തോ പേരാണ്. കീയാണ് ആദ്യം തുടങ്ങണത്. അപ്പോൾ അഞ്ഞു എടുത്ത് തന്നു. ഉണ്ടയാണുള്ളത്, ഒത്തിരി ഉണ്ട്. ഒന്നുമില്ല. എന്ത് വേണഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എങ്ങനെയെങ്കിലും കാൽ പിടിച്ചിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് 2 സൈഡും ഇല്ല, അത്രയൊന്നും ഇല്ലെന്നേ. എന്ത് കഷ്ടമാണ്. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ല, തീർന്നു. ഞാൻ വെറുതെ പരട്ടിക്കൊണ്ടിരിക്കുക. ബ്രഷ് നല്ലോണം ബെൻഡ് ചെയ്തിലേക്ക് നമ്മൾ അടിച്ചു പോയിരിക്കും കവളത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ കടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കടിക്കല്ലടി. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാം. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഇടാണ്. ഇത് ലാക്മേന്ന് മേടിച്ച ഡാർക്ക് റെഡ് കളറാണ്. പക്ഷേ നല്ലതാണ് കേട്ടോ. ഇത് കാണാനില്ലായിരുന്നു. ഇത് മാത്രം അഞ്ഞു ഒടിക്കാതെ ഉള്ളൂ. ബാക്കി എല്ലാ ലിപ്സ്റ്റിക്കും എൻ്റെ ഒടിച്ച് കളഞ്ഞു. ഞാൻ ഇത്തിരി ഇടുന്നുള്ളൂ, ഭയങ്കര ഡാർക്ക് കളറായതുകൊണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നില്ലെന്നേ. പക്ഷേ ഞാൻ നേരിട്ട് നോക്കിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി. അത്ര ഉള്ളത് കണ്ടിട്ട് വീഡിയോയിലൊന്നും കാണുന്നില്ല, ഫോണിൽ നോക്കി ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി ഇല്ല. ഇതിൻ്റെ വെള്ളത്തിയിട്ട് അമ്മയുടെ പണ്ടത്തെ ഫോണല്ലോ, അപ്പോൾ അമ്മ വെള്ളത്തിയിട്ട് അലക്കിയിട്ടുണ്ട്. വാഷിംഗ് ഇതൊന്നും അലക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി പാടാ താത്താൻ. ഇത്രേ ഉള്ളൂ, ബാക്കി നല്ലതാ. ഇതാണ്. ഇതിന് ഇത്തിരി വിലയാണ്. അവിടെ നിന്ന് മേടിച്ചതാണ്. ലുലുമാളിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് വിലയുണ്ട്.
അതിന് അടുത്തത് നമുക്ക് കണ്ണ് എഴുതാം. കണ്ണ് താരം എഴുതിയിട്ട് വരാം. ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എൻ്റെ പേരൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എഴുതാം. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ണ് നിറയണേ. എനിക്ക് എഴുതിയ കണ്ണ് നിറയും. നിങ്ങൾക്ക് എഴുതി കണ്ണ് നിറയാറോ? ഇനി എന്ത് ചെയ്യും? മുടി കെട്ടി വെക്കാവേ. മുടി കെട്ടിച്ച് വരാം. അപ്പോൾ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. കൊള്ളൂല്ലേ? ഇത്ര കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ റാ വെക്കാം. റാ ഉണ്ട് അവിടെ. ഓക്കെ, നമുക്ക് റാ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ റായും വെച്ചു, മുടിയും കെട്ടി. ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് നിൽക്കുക നമ്മൾ. മാല മാറിയില്ല. അപ്പോൾ ആ മാല ഇടാം. അപ്പോൾ മാല ഞാൻ ഇട്ടിട്ട് വരാം. ഈ മാല ആ മാല ഇട്ടിട്ട് വരാവേ. ബായ് ബായ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ കമ്മൽ മാറിയിട്ട് വരാം. ബായ്. അപ്പോൾ നമ്മൾ കമ്മൽ മാറിയിട്ടുണ്ട്. ഇതാണ് കമ്മലിടാൻ പോണത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എപ്പോഴേക്കും പപ്പ വന്നു വാടി പോവാന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് മറ്റേ വീഡിയോയിൽ പറയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പപ്പ വന്നതുകൊണ്ട് പറയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിച്ചു കൊടുക്കാൻ മറക്കല്ലേ. ബായ്. അപ്പോൾ പിന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്, ടാറ്റാ.